ഷെമി, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ. വെള്ളം ഞായറാഴ്ച മാമാടെ മോൻ്റെ കല്യാണ. എനിക്കൊരു സാരി വാങ്ങിച്ചു തരൂ. സാരി അലമാര കുറെ ഇരിപ്പുണ്ടല്ലേ, അതിൽ ഒന്ന് എടുത്താൽ കൊടുത്താൽ മതി. സാരി ഒന്നും വാങ്ങാൻ പോണ്ട. ഇല്ലക്ക, അതൊക്കെ എൻ്റെ കല്യാണത്തിനുള്ള സാരികളാ. അത് തന്നെ എല്ലാത്തിനും ഉടുക്കുന്നത്. ആഴ്ചയുള്ള കല്യാണത്തിന് സാരി വാങ്ങാൻ പോവല്ലേ, കൊള്ളാക്കാൻ കൊടുത്താൽ മതി. നീയേ ഒരു സാധാരണക്കാരന്റെ ഭാര്യയാ, അതിനനുസരിച്ച് കിടന്നാൽ മതി. വാങ്ങാൻ പോവാണെങ്കിൽ എനിക്ക് കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ വേണമായിരുന്നു. അതൊക്കെ പഴയതായിപ്പോയി. ആ ഉള്ള എടുത്തങ്ങ് ഉപയോഗിച്ചാൽ മതി. സമയമാകുമ്പോൾ ഞാൻ മേടിച്ചു തരാം. ഒട്ടും ഇല്ലാത്തോണ്ടാ. നിനക്ക് അടുക്കളയിൽ വേറെ പണിയില്ലേ? പോ. രാവിലെ തുണിക്കടയിലെ കൊട്ടേഷനുമായിട്ട് വന്നേക്കുന്നു. കയറി പോകത്ത്. ഒരു ഞായറാഴ്ച ആയ ഇവിടെ ഇരിക്കാനും സമ്മതിക്കില്ല. ഓരോരോ കൊട്ടേഷനായിട്ട് കയറി വരും. അലമാരി ഇറച്ചി സാരി ഇരിക്കുന്നു. കല്യാണ സാരി 2 ഉണ്ട്. അത് തന്നെ അന്ന് തൊട്ടേ ഉടുക്കുന്നത്. കുടുംബത്തെ എന്ത് വിശേഷം വന്നാലും അത് തന്നെ ഉടുക്കുന്നത്. എല്ലാവരും കളിയാക്കാറുണ്ട്, നിനക്കിത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫേവറേറ്റ് ആണെന്നാ ഞാൻ വെറുതെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇനി അത് തന്നെ. താൻ ആ അനാഥാലയത്തിൽ നിന്ന് വരികയാണ്. കയ്യിലുള്ള എന്തെങ്കിലും സംഭാവനയായിട്ട് തരണം. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള പൊടി മക്കളാ അവിടെ. ആ നിക്കേ, ഞാൻ നോക്കട്ടെ. എന്തോ കാണുമെന്തോ. ഇതെങ്ങനെ കൊണ്ട് കൊടുക്കും? 10 രൂപ പോലും ഇല്ലല്ലോ. കയ്യിലുള്ളത് കൊടുക്കാമല്ലോ. പടച്ചോനിക്ക് അറിയണ്ടെങ്കിൽ എന്താ ഉണ്ടെന്ന്. എൻ്റെ ഇതേ ഉള്ളൂ. വീടൊക്കെ വരുത്ത ചേച്ചികളാ. എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. ആ വെച്ചി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കുടുക്കിയ പോയി തപ്പിയിട്ട് അത് കിട്ടിയത്. കട്ടായിപ്പോയി. ഇത് ആര് വിളിച്ച നമ്പറാണല്ലോ. തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് വിളിക്കാനുള്ള ഫോൺ ചാർജ് ചെയ്തിട്ടില്ല. ഹലോ ഹലോ ടീ, ഞാനാ സുമയാ. സുമേ, ഒത്തിരി നാളായില്ലേടി നീ വിളിച്ചിട്ട്. എന്തുണ്ട് വിശേഷം? എന്നിട്ട് ജോലിയൊക്കെ എങ്ങനെ പോന്ന്? വർക്കൊക്കെ ഉണ്ടോ?
വർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടടി. ആ നിനക്കുണ്ടോ? ഇല്ലടി, ഞാൻ കുറേ നാളായില്ലേടി അതൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ വർഷം എത്രയായി. ഇവിടെ ഒരാൾക്കാണെങ്കിൽ ഞാൻ തയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇനി നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഏയ് ശരിയാവത്തില്ലടി, അറിയത്തില്ലല്ലേടി പുതിയ രീതികളും കാര്യങ്ങളും മോഡലുകളും ഒന്നും. അപ്പം ജോലി ഞാൻ ചെയ്താൽ ചെയ്താൽ അതിനുള്ള ശരിയാവത്തില്ല. പ്രതിഫലം കിട്ടും. നിനക്കത് വേണോ? വേണോടി, വേണം, അത്യാവശ്യമാണ് എനിക്ക്. നീ വിളിച്ചോണ്ട് പറയാം, എനിക്ക് അത്യാവശ്യമാടി അത്രയ്ക്ക്. എൻ്റെ കയ്യിലൊന്നും നീ എങ്കിൽ വിചാരിക്കുന്ന കുറച്ച് വർക്ക് കണക്കല്ല. ചെയ്യാനുള്ള ഐറ്റംസ് ഞാൻ കൊടുത്തു വിടാം. നീ അത് ചെയ്ത് തിരിച്ച് കൊടുത്തു വിടും. ആ നീ കൊടുത്തു വിട്, ഞാൻ നോക്കാം. നീ പാറ്റേൺ കൂടെ കൊടുത്തു വിട്. അറിഞ്ഞാൽ സമ്മതിക്കത്തില്ല, ഇല്ലാത്ത സമയത്തായാലും ഞാൻ അത് ചെയ്യൂടി. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ മോഡലും കൊടുത്തു വിടാം. അതെനക്ക് ചെയ്യും. ശരി. ഹലോ, ഞാനേ അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണേ. ആ ഞാൻ വിളിക്കാടി. എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ എൻ്റെ ഫോണിൽ നിന്ന് ചാർജ് ചെയ്തിട്ടില്ല. എല്ലാം ശരിയാവൂടി. അതെ, രാവിലെ 10 മണിക്ക് ആൾ പോവും. അതിന് ശേഷം കൊടുത്തുവിടെ. ആ ഞാൻ കൊടുത്തു വിടാം. ശരിയടി. ആന്റി ആന്റി തച്ചാ? ആ തയ്ച്ചു മോനെ. ഉമ്മ തന്നു വിട്ടാ? ആ മോനെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലേ നാളെ തന്നെ കൊണ്ടുവരണേ. ഇട്ട് നോക്കിയിട്ട് അളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ. ശരിയെങ്കിൽ നീ ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ, അതിന് തയ്ച്ചു തരാം. വേറെ സാധനമാണെന്ന് പറയാനും ചെയ്യരുത്. കടയിൽ കയറിയിട്ട് അവിടെ നിൽക്കുകയൊന്നും ചെയ്യരുത്.
നിക്കടി എവിടാ? നിനക്ക് പൈസ എവിടെ നടി? തന്നിഷ്ടം തുടങ്ങിയ? ഞാനൊന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ അത് വാങ്ങിയെന്നേ ഉള്ളൂ. തന്നെ ഇഷ്ടമൊന്നുമല്ല. എന്റെ പൈസയൊക്കെ ചെലവാക്കി തീർക്കാനായിട്ട് വന്നുകൂടാ അല്ലേ? അതിനിക്ക എനിക്ക് എപ്പോഴാണ് പൈസ തന്നത്? ഇക്ക 1 രൂപയെങ്കിലും എനിക്ക് തരാറുണ്ടോ? വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇക്ക വാങ്ങിക്കൊണ്ട് വരും. അല്ലാതെ എൻ്റെ കയ്യിൽ ഇക്ക 1 രൂപയും തരാറില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ പരിസരത്തുള്ളവരൊക്കെ ചെറുതായിട്ട് തുണികളൊക്കെ തയ്ക്കാൻ കൊണ്ട് തരും. ഇക്ക പോയതിന് ശേഷം എൻ്റെ ഈ വീട്ടിലെ ജോലി എല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ അതിരുന്ന് തയ്ക്കും. അങ്ങനെ കിട്ടിയ ചില്ലറ പൈസകളാത്. തയ്ക്കാനാ? തയ്ക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇനി ഞാൻ ഇക്കാടെ ഇഷ്ടങ്ങൾ നോക്കുന്നില്ല. ഇക്കാടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം മാറ്റി വെച്ചത്. എനിക്ക് അങ്ങനെ ഒരു കൈത്തൊഴിലെങ്കിലും എൻ്റെ ചിലവുകളെങ്കിലും കഴിഞ്ഞു പോയല്ലോ. എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരുപാട് കെഞ്ചുന്നുണ്ട്. ഇനി അത് വേണ്ടേക്കാ, ഇത് ഞാൻ ചെയ്യും. എനിക്ക് വീട്ടിൽ ഇരുന്നുള്ള തൊഴിലല്ലേ, എനിക്ക് 5 രൂപയായാലും കിട്ടുന്ന അത് എനിക്ക് വേണം. എത്ര എതിർക്കാൻ ശ്രമിച്ചാലും ഞാനത് ചെയ്യൂക്ക. അതെനിക്ക് വേണം, എനിക്ക് എൻ്റെ ആവശ്യമാണത്. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭർത്താവിൻ്റെ മുന്നിലായാലും കൈനീട്ടുന്നത് ഒരു സ്ത്രീക്കായാലും മാനക്കേട് തന്നെയാണ്.